കണ്ണൂർ ഇരിട്ടിയിൽ മൂർഖൻ പാമ്പിനെ പിടിച്ചു കുപ്പിയിലാക്കിയ കുട്ടികൾ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കുട്ടികൾ കളിക്കുന്നതിനിടെ ഇഴഞ്ഞെത്തിയ പാമ്പിനെ പിടിച്ചു കുപ്പിയിലാക്കുകയായിരുന്നു. അതെ, ഉഗ്രവിഷമുള്ള മൂർഖനാണെന്ന് അറിയാതെയാണ് സത്യത്തിൽ കുട്ടികൾ പാമ്പിനെ പിടിച്ചത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്നിട്ട് പാമ്പിനെ പിടിച്ച് കുപ്പിയിലാക്കിയ ശേഷം കുറച്ചധികം കുട്ടികളുണ്ടായിരുന്നു. അതിൽ ഒരാൾ രക്ഷിതാവിന് ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോഴാണ് ഇതിന്റെ വ്യാപ്തി എത്ര വലുതാണ് എന്നുള്ളത് അറിയുന്നത്. എന്തായാലും കുട്ടികളൊക്കെയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് കൂടിയുണ്ട്, ആശ്വാസമാണ്. കണ്ണൂർ ഇരിട്ടി മൂസാൻ പീടികയിലാണ് കുട്ടികൾ മൂർഖനെ പിടിച്ച് പ്ലാസ്റ്റിക് കുപ്പിയിലാക്കിയത്. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ കണ്ട പാമ്പിനെ ഗൗരവമറിയാതെ കുട്ടികൾ പിടിക്കുകയായിരുന്നു. പാമ്പിന്റെ ഫോട്ടോ കുട്ടികളിൽ ഒരാൾ ബന്ധുവായ ദിവ്യ ദേവദാസിന് അയച്ചു കൊടുത്തു. അവരുടെ സമയോചിത ഇടപെടലാണ് അപകടത്തിൽ നിന്നും കുട്ടികളെ രക്ഷിച്ചത്. ഷോപ്പിലുള്ള സമയത്തായിരുന്നു. അപ്പോൾ ഒരു ഉച്ച സമയത്ത് ഇവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ ആൻറ്റീൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്നിട്ട് ഒരു പാമ്പിനെ കെട്ടിയിട്ടുണ്ട്, ഞാൻ ഫോട്ടോ ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫോട്ടോ ഇടുന്നു. ഞാൻ നോക്കുമ്പോൾ ഇവർ കുപ്പിയിലാക്കിയിട്ടാണ് ഫോട്ടോ ഇട്ടിട്ടുള്ളത്. ഞാൻ നമ്പറിൽ വിളിച്ചു നോക്കി. വിളിച്ചപ്പോൾ പറഞ്ഞു പാമ്പിൻ്റെ കുഞ്ഞാ, അത് ഗൗരവമുള്ള സംഭവമാണ്, അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം, കുട്ടികളോട് പറയണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ എന്നിട്ട് ഇവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് സേഫാക്കി വെക്കണം, കുപ്പീൻ്റെ മൂടി ഇവരിട്ട് നല്ല ടൈറ്റാക്കി വെച്ചിട്ടാണല്ലേ, അതൊന്നും ഊരിപ്പോകാതെ നോക്കണം, പാമ്പിൻ്റെ ഈ മൂർഖൻ്റെ കുഞ്ഞാന്ന് എന്നേരം അറിഞ്ഞത്. അപ്പം തന്നെ ഇവർ പറഞ്ഞ് കുഴപ്പമില്ല, നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ നോക്കി നിരീക്ഷിച്ചിട്ട് പുറകോട്ട് നിൽക്കുക ചെയ്തേ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ ഇവർക്ക്. എന്നിട്ട് ലാസ്റ്റ് അവർ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് ക്ലാസ് ഒക്കെ എടുത്തിട്ട് പുള്ളി അതെടുത്തിട്ട് പോകും. സ്നേക്ക് റെസ്ക്യൂവർ ഫൈസൽ വിളക്കോട് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി. മൂർഖന്റെ കടിയേൽക്കാതെ വലിയ അപകടത്തിൽ നിന്നാണ് കുട്ടികൾ രക്ഷപ്പെട്ടത്. കൈരളി ന്യൂസ്, കണ്ണൂർ.